ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയനേൻ്റെ രാവിലെ തന്നെ ഞാൻ തുറന്ന് വിട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാ പരിപാടിയും വീട്ടിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിൽ പറഞ്ഞാൽ അടിപൊളി വെയിലാട്ടോ വന്നിട്ടുള്ളത്. നല്ല നല്ല ചൂടുള്ളൊരു വെയിൽ തന്നെയാണ്. നമ്മുടെ ആവണിക്കുട്ടിക്ക് ഇന്ന് ക്ലാസ് ഇല്ലാട്ടോ, എന്തോ പൊങ്കലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവൾ നല്ല ഉറക്കത്തിലാട്ടോ. ഫുഡൊക്കെ കഴിച്ച് അങ്ങനത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ അവൾ കിടന്നുറങ്ങുന്ന ടൈമിൽ നമുക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, ഞാനന്ന് മാവേലിയിൽ നിന്ന് കുറച്ച് മല്ലിമുളകൊക്കെ വാങ്ങിയിട്ടെന്ന് പറഞ്ഞില്ല. അപ്പം മല്ലിമുളകൊക്കെ ആയതുകൊണ്ട് തന്നെ മല്ലി പിന്നെയും പ്രശ്നമില്ലാന്ന് പറയാം, പക്ഷേ മുളക് കുറച്ച് പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ നമ്മുടെ ആവണിക്കൂട്ടിയുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ അതിലെല്ലാം പാടെ കൈയിട്ട് ഇളക്കിയിട്ട് ചിലപ്പോൾ എനിക്കത് ഉണക്കേണ്ടിയിരുന്നില്ല എന്നായി പോട്ടോ. അത്രയും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അവൾ ഉറങ്ങുന്ന ഈ ഒരു ടൈമാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ടൈം കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ നീക്കുമ്പോഴത്തേനും നമുക്കതൊന്ന് കഴിക്കും നന്നായിട്ട്. നല്ല വെയിലും കൂടി ഉണ്ട്. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറ്റിയിടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറ്റിയിടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ 2 വെയിൽ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി സെറ്റ് ആകുമല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ പൊടിപ്പിക്കാം കേട്ടോ, മില്ലിൽ കൊണ്ടുപോയിട്ടൊക്കെ ആയാലും. അപ്പോൾ 2 ട്രിപ്പായിട്ടത് കഴിഞ്ഞ പ്രാവശ്യം അതേപോലെ തന്നെ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ള മല്ലിമുളക് ഉണ്ട് കേട്ടോ, കുറച്ചായിട്ടുള്ളതാണല്ലോ. അപ്പോൾ എല്ലാം പാടെ ഒരുമിച്ച് നമുക്ക് കഴുകിയിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് ഉണക്കി പൊടിപ്പിക്കുക. അപ്പോൾ എന്നാലും ആ ഒരു പരിപാടിയാണ് ഇന്ന്. അതേപോലെ നമുക്ക് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ പറമ്പിൽ പണിക്ക്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് അവരെന്താ പരിപാടി നമുക്ക് കാണിച്ചു. അപ്പോൾ മുളക് പറിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് പഴുത്ത മുളകുണ്ട്. അപ്പോൾ പഴുത്ത മുളക് പറിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വാഴയുടെയൊക്കെ കൈ കണ്ടിച്ച് ഒന്ന് ലെവലാക്കി വിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നേരം പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുറച്ച് വിധത്തിലുള്ള വിശേഷങ്ങളൊക്കെ കാണും. അപ്പോൾ തന്നെ ഞാനതാ തുള്ളിച്ചാടി നടക്കണം, കാരണം നല്ല വെയിൽ കൂടി. അപ്പോൾ ഫുഡ് കൊടുത്തിട്ടുള്ള ആൾക്ക് ഫുഡ് കൊടുക്കണം, കാരണം രാവിലെ പണിക്കാരൊക്കെ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നല്ല ഓട്ടപ്പാച്ചിൽ തന്നെ ആയിരുന്നു എന്ന് പറയട്ടെ. എന്നാലും അതിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം നമ്മുടെ ഡയാനയ്ക്ക് ഫുഡ് കൊടുക്കണം. അതുപോലെ തന്നെ വെയിലുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാനൊന്ന് അവളെ കുളിപ്പിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ നല്ല വെയിലുള്ള സമയത്തേക്ക് നമുക്ക് അവളെ കുളിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം അവളുടെ ഹെയർ എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് ഉണങ്ങിയില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിസീസൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കട്ടെ, ടൈം കിട്ടുവാണെങ്കിൽ നമുക്ക് അവളെയും കുളിപ്പിക്കണം. നോക്കി നല്ല കിളികളുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഈ ഒരു ടൈം ആയിട്ട് പോലും നോക്കി നന്നായിട്ട് വെയിൽ വന്നിട്ടും ബാക്ക്ഗ്രൗണ്ടിൽ ശ്രദ്ധിച്ചറിയാൻ വേണ്ടി പറ്റും. എന്താ ആ ഒരു ഭാഗത്തിനൊക്കെയാണ് നല്ല ശ്രദ്ധിച്ചറിയാൻ വേണ്ടി പറ്റില്ല. എത്രത്തോളം നമുക്ക് കാറ്റും കൂടി വീശുന്നുണ്ട്, നമുക്ക് കിളികളുടെ സൗണ്ട് മാത്രം എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും നന്നായിട്ട് തന്നെ മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു വോയിസ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരുപാട് ചെറുതും വലുതൊക്കെ ആയിട്ട് ഒത്തിരി കിളികൾ. അപ്പോൾ മൊത്തത്തിലൊരു അടിപൊളി വൈബ് തന്നെ കേട്ടോ രാവിലെ ആയാലും. ഇപ്പോൾ വെയിലും കൂടി ഉള്ളതുകൊണ്ട് നമുക്കിന്ന് ചെടികളൊക്കെ ആയാലും നന്നായിട്ട് നനയ്ക്കേണ്ടിയൊക്കെ വരുമ്പോൾ ഇന്നലെ വൈകുന്നേരമൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നനച്ച് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടോ പൂവൊക്കെ. പിന്നെ ഇത്ര നല്ല രീതിയിലൊക്കെ വെയിലുണ്ട് തന്നെ നമ്മൾ എത്രത്തോളം നനച്ചാലും ഒരു മഴ പെയ്യുന്ന ഒരു എഫക്റ്റ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം നന്നായിട്ട് നനച്ച് കുളിപ്പിച്ച് നനയ്ക്കാനൊക്കെ എടുത്താൽ ഡയാ തുള്ളിച്ചാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആളൊന്ന് കൂട്ടി കയറ്റി എന്നിട്ട് ഫുഡൊക്കെ കൊടുക്കണം. എന്നാൽ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡയാനയുടെ പുറകെ നോക്കിയതാ കുറിഞ്ഞിയുടെ പിള്ളേരൊക്കെ ഉണ്ട് ഓടിച്ചാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാന ഒന്നും ചെയ്യില്ല കേട്ടോ. വരെ നോക്കി ഉമ്മ വയ്ക്കുന്ന നല്ല സ്നേഹപ്രകടനങ്ങളായിരുന്നു. എന്തായാലും ഫുഡൊന്ന് കൊടുക്കട്ടെ. കഴിച്ചോ. 3 പേരും നല്ല സ്നേഹമാണെങ്കിൽ ഒരു പാത്രത്തിലൊക്കെ കഴിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടക്കിയിട്ട് പോകും കേട്ടോ, അറിയില്ല. എന്തായാലും ആദ്യം തന്നെതാ ഇവർ 2 പേരും വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ടേ. കഴിച്ചോ ഡയാന, കഴിച്ചോ. അപ്പം ഡയാനയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത്, കാരണം ഡയാനയുടെ പാത്രമാണുള്ളതുകൊണ്ട് തന്നെ ഡയാനയുടെ പാത്രത്തിൽ നിന്ന് വേറെ ആരും കഴിക്കുക ഡയാനയ്ക്ക് ഇഷ്ടമല്ല. കൂടെ ഒന്ന് കഴിച്ചാലും കുഴപ്പമില്ല, വേറെ പാത്രത്തിൽ അതായത് നമുക്ക് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേറെ ഫുഡ് കൊടുക്കാം. അങ്ങനെ അവർ 3 പേരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടതാ. 2 പേര് ആദ്യം തന്നെ ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നിറച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കൂടെ ഒന്ന് കഴിക്കാതെ അവർ ഒന്നങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേന് ആളുടെ പ്ലേറ്റിൽ സ്ഥാനം പിടിച്ചിരിക്കുക കേട്ടോ. അപ്പം എന്നാലും ഇനി ഇവർ ഫുഡ് കഴിക്കട്ടെ. ഇടയ്ക്ക് ഞങ്ങളതാ ചെറുതായിട്ട് മിരട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഞങ്ങളുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ കൈയിട്ട് വരാമെന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? കേട്ടോ ഞാനാ നിൻ്റെ ആണ് കഴിച്ചോട്ടോ. ഒരാളിത് അവിടെ എത്തിയിട്ടോ ഫുഡൊക്കെ കഴിച്ച് ആൾക്ക് വയറ് നിറഞ്ഞോട്ടോ കേട്ടോ ആൾ നീങ്ങി പോകുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അറിയാം, നമ്മുടെ ഡയാനയുടെ കൂട് നമ്മുടെ ലൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന്, അതായത് ഈ ഒരു നമ്മുടെ ഈ ഡോറുണ്ടല്ലോ, ഡോറിൻ്റെ സൈഡൊക്കെ ഒന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പലകളായാലും ഓൾമോസ്റ്റ് പകുതിയോളൊക്കെ ഒന്ന് ആൾ പൊളിച്ച് ലെവലാക്കിയിട്ടിരിക്കുകയായിരുന്നു അത്യാവശ്യം നന്നായിട്ട് തന്നെ. അപ്പോൾ നമ്മൾ ആ നാശമായ സംഭവങ്ങളൊക്കെ മാറ്റിയിട്ട് കൂടിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഡോറ് നമുക്ക് നേരെ അടയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം വെച്ച് ബെൽഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ ഇട്ട് കൊടുത്തത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ പലകി നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മാറ്റി പുതിയ പലകി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പലക നമുക്ക് ഒരു പീസ് നമുക്ക് തികഞ്ഞില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് വലിയ ടൈലുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈലിൻ്റെ പീസാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ള ടൈമിൽ നമ്മുടെ ഡയാന എവിടെ കിടക്കുന്നത് പക്ഷേ നേരെ ആ ടൈലിൽ പോയിട്ട് ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. അപ്പോൾ ആൾക്ക് നല്ല അടിയിലൊക്കെ നന്നായിട്ട് ഒരു തണുപ്പും കിട്ടും, നല്ലൊരു കൂളിംഗ് ഒക്കെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു വെയിലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അതായത്
ഒരു ചൂടുള്ള വെയിൽ അല്ലെങ്കിൽ പോലും ഒരു പൊള്ളുന്ന കണ്ണിലേക്ക് ഇങ്ങനെ കുത്തുന്ന ഒരു വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു ചെറിയൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഗ്രീനിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ ഫുള്ളായിട്ടിനെ ഒന്ന് മറച്ച് ഇതേപോലെ ഒന്ന് ആൾക്കൊരു ചെറിയൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഒന്ന് കെട്ടിക്കൊടുത്തിരിക്കുകയാണ്. പിന്നെ അപ്പുറത്ത് നമ്മൾ പിന്നെ നമ്മുടെ ടാർപോളിൻ ഷീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് കെട്ടിക്കൊടുത്തില്ല. അപ്പോൾ ആൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുള്ളൂ നല്ല പൊള്ളുന്ന വെയിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ടോ, ഫുഡൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചത്. ആശാൻ എന്താ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഇന്നാണ് എന്തായാലും കൂടെ റെഡി ആയപ്പോൾ തന്നെ അവൾ പകുതി മുക്കാൽ ഹാപ്പി ആയിട്ട്. കാരണം ഇടയ്ക്കെന്ന് പറയുമ്പോൾ നമുക്ക് നേരെ തുറന്നു കഴിഞ്ഞാൽ നേരെ അടയ്ക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ കൂട്ടി കയറ്റിയാലും ചിലപ്പോൾ അതേപോലെ തന്നെ തിരിച്ചു വരും കേട്ടോ. അപ്പോൾ എന്തായാലും 2 സൈഡ് നമ്മൾ ഒന്ന് സെറ്റാക്കിയിട്ട് അതേപോലെ തന്നെ പലകയൊക്കെ ഇട്ട് ആളുഷാറായിട്ട് നമ്മൾ കൂടൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാതെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ പറ്റുവാണെങ്കിൽ തന്നെ അളവൊന്ന് കുളിപ്പിക്കപ്പെടുന്നാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ അവസ്ഥയ്ക്ക് നമുക്ക് നേരെ കൂട്ടി കയറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ അളങ്ങരൊക്കെ പോയി കളയും കേട്ടോ. ബാ 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 കുടിക്കറി ബാ 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 ശരിക്കും ശരി കിടന്നു കേട്ടോ. കൂടുതൽ ആ ടൈലിൽ തന്നെ കേട്ടോ കിടക്കുക. കാരണം ടൈൽ ഇട്ടത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നോക്കി ഇവിടെ ഇത്രയും സ്ഥലത്തായിട്ട് ആൾ നേരെ ടൈലിൽ പോയി കിടന്നിരിക്കുകയാണ്. കിടന്നോട്ടോ. കാണുന്ന ഈ ഒരു ഭാഗമായിട്ട് നമ്മളിപ്പോൾ ബെൽഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു കൂട്ടിലാണ് നമ്മൾ ഡാനിന് ഇടാറുള്ളത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂടാണ്. അപ്പോൾ ആൾക്ക് സുഖമായിട്ട് നല്ല ലാവിഷായിട്ട് കിടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോക്കി ഒരാളെയും കൂടി ഇടാട്ടോ, അത്രയും നല്ല സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അവൾ ഒറ്റയ്ക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാൽ നോക്കി ഈ ഒരു ഭാഗത്താട്ടോ ആ ഒരു ടൈലിൻ്റെ പീസ് ഇട്ടിട്ട് നമ്മൾ ഡയാനൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും ആ ഒരു ടൈലിൻ്റെ പീസ് തന്നെ ആട്ടോ കിടക്കുന്നത്. കാരണം അടിയിൽ നിന്നൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചതാ ദേഹമൊക്കെ ഒന്ന് നക്കി തുടച്ച് വൃത്തിയാക്കുക കേട്ടോ. നമ്മൾ നല്ല വൃത്തിയാക്കുള്ള കൂട്ടത്തിലാവുന്ന സ്വന്തമായിട്ട് തന്നെ നക്കി തുടച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. വെയിൽ നന്നായിട്ട് തന്നെ നമ്മുടെ ക്യാമറയിലേക്ക് കേട്ടോ കുത്തുന്നത്. അത്രയും നല്ല കുത്തുന്നൊരു വെയിലാണല്ലോ ഒന്ന്. കിടന്നോട്ടോ ഡയാനാ, എവിടെ കിടന്നോ. ഇനി ചിലപ്പോൾ കൊഞ്ചാൻ കേട്ടോ. ഒരുപാട് ലോകത്തിന് പോയി കഴിഞ്ഞാൽ അതാണ് അവൾ കിടക്കട്ടെ. അതാണ് നമ്മൾ നമ്മുടെ കഴുകാനുള്ള മല്ലിയും മുളകൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മുളക് കഴുകാട്ടോ. കാരണം അതാണ് നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കഴിയേണ്ടത്. കാരണം നമ്മൾ ആവിന് കൂടി എപ്പോൾ നീക്കുന്നൊന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നീക്കുന്നതിന് മുന്നേ നമുക്ക് അതൊന്ന് കഴുകി നമ്മൾ വളരെ സേഫാന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൊട്ട നമ്മുടെ മഞ്ഞളൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്താൽ, അതായത് ആ ഒരു വീഡിയോ ഇട്ട ടൈമിൽ നമ്മുടെ ഫ്രണ്ട്സിന് അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു കൊട്ടയായിട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് കഴുകുകയും ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ ഈ ഒരു ചെറിയ ഹോളുകളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ മുളകൊന്നും പോകില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് മുളക് മേളിൽ കിടക്കുകയും ചെയ്യും, വെള്ളമൊക്കെ അടിയിൽ കൂടെ പോവുകയും ചെയ്യും. എന്നാലും ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് കഴുകാം. ഞാനിപ്പോൾ പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചാണ് കഴുകുന്നത്. അതേപോലെ തന്നെ ഇതാ ഈ ഒരു കൊട്ടയുടെ അടിയിൽ ഞാൻ ജസ്റ്റ്, അതായത് നമ്മുടെ കുരുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെ സീഡുകൾ. അപ്പോൾ ഈ ഒരു സീഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡയറക്റ്റ് താഴെ വെക്കുന്നതിനേക്കാളും മണ്ണ് എന്തെങ്കിലും ആവാൻ ചാൻസ് ഉണ്ടെങ്കിലോ അങ്ങനെ ആവില്ല. കാരണം ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ളതാണ്. എന്നാലും എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനിതാ ഒരു ബേസനും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ വെച്ചിങ്ങനെ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോഴ്സ് തന്നെ വരുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ മുളക് എടുക്കട്ടെ. ആദ്യം മുളക് കേട്ടോ. ഇതിലിപ്പോൾ ഇതൊന്ന് ഒരു 2 കിലോ അടുപ്പിച്ച് മുളക് ഉണ്ട് കേട്ടോ. നമുക്കെന്തായാലും മൊത്തമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് നമുക്ക് ആ ഒരു മുളക് ഇങ്ങനെ അതായത് ചാക്കി താഴേക്ക് ഇങ്ങനെ കൊത്തിയപ്പോഴത്തേക്കും നന്നായിട്ട് ആ ഒരു മുളകിൻ്റെ ഒരു കാറൽ ഇതിന് അറിയാൻ വേണ്ടി പറ്റുന്നു കേട്ടോ. കാരണം നന്നായിട്ട് അത് എരിവുള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അങ്ങനെ അറിയാൻ വേണ്ടി പറ്റും. കഴുകി വരുമ്പോൾ നമുക്കിനി എത്രത്തോളം, അതായത് ഒന്ന് നനവ് തട്ടുമ്പോൾ ഒന്ന് ഒതുങ്ങുമല്ലോ. അപ്പം നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെയിലൊക്കെ തെളിഞ്ഞ് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ കരടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വെള്ളത്തിലായാലും നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. എപ്പോഴും ഇതേപോലെ നമ്മൾ കഴുകിയിട്ടൊന്ന് പൊടിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് കാലം അടിപൊളിയായിട്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള മുളക് നമുക്ക് എടുക്കാം. കാരണം അത്യാവശ്യം ചെളി ഉണ്ട് ഇപ്പോൾ മുളകിൽ. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് നമ്മുടെ മല്ലി മുളക് കഴുകാമെന്ന് വിചാരിച്ച് വേറൊന്നുമല്ല. കാരണം നമുക്ക് ഇവിടെ നമ്മുടെ ചെടികൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് എപ്പോഴും നനയ്ക്കുന്നൊരു ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ മുളകിൻ്റെ സീഡുകൾ ഇവിടെ വീണാൽ കൂടി പെട്ടെന്ന് അത് മുളച്ച് വന്നോളും. പിന്നീട് നമുക്ക് വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് പറിച്ച് നടുകയൊക്കെ ചെയ്യാമല്ലോ. നമ്മുടെ കൈ എപ്പോഴും എത്തുന്നൊരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. നോക്കി കഴുകിയപ്പോഴത്തേനും മുളകിൻ്റെ കളർ നന്നായിട്ടാണ് ചേഞ്ച് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കഴുകാതെ പൊടിപ്പിച്ചുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ എല്ലാവരും മുളകും മല്ലിയൊക്കെ പൊടിപ്പിക്കുന്ന ടൈമിൽ മാക്സിമം കഴുകിയിട്ട് ഉണക്കിയിട്ടൊന്ന് പൊടിപ്പിക്കാൻ വേണ്ടി നോക്കുക. കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കാമല്ലോ. ഉള്ളിലേക്ക് വരുന്നത് എന്തിനാ കെമിക്കലും കാര്യങ്ങളൊക്കെ കഴിക്കണം.
നല്ല തണുത്ത കാറ്റുണ്ട്. വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് ഇങ്ങനെ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ഇങ്ങനെ പറന്നു പോകും. അപ്പം എന്തായാലും ഞാൻ നല്ല രീതിയിൽ ഒന്ന് ആ ഒരു ചെളിയൊക്കെ ഒന്ന് പോകാൻ പാടുന്ന അടിപൊളിയായിട്ട് നിന്ന് കഴുകിയെടുക്കട്ടെ. ഇത് നല്ലൊരു കളർ വ്യത്യാസമായിട്ടോ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. നേരത്തെ എടുത്ത ഒരു കളറേ അല്ല കേട്ടോ കഴുകി വന്നപ്പോഴത്തേനും മുളക് നല്ല തെളിഞ്ഞ വെള്ളത്തിലൂടെ നമ്മൾ കഴുകിയെടുക്കുമ്പോൾ ഒരു നല്ല തണുപ്പായിട്ടോ മുളകിനിപ്പോൾ തന്നെ. അത് ഐസ് പോലത്തെ വെള്ളമാണല്ലോ നമ്മളിതിലേക്ക് ഒഴിച്ച് കഴുകുന്നത്. ഇടയ്ക്ക് നമ്മുടെ കൊട്ടേശ്വരനെ ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ അടിയിൽ കൂടെ ചരടോ കാര്യങ്ങളോ എന്തെങ്കിലും ഇടയ്ക്കൊക്കെ പൊക്കോളൂ. നമ്മുടെ മുളക് കഴുകലിൻ്റെ പണി നന്നായിട്ട് കഴുകിയിട്ടിടുക. നന്നായിട്ട് അത്യാവശ്യം ടൈം എടുത്തിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. അടിയിലത്തെ വെള്ളമായാലും കളറൊക്കെ ചേഞ്ച് ആയി അത്യാവശ്യം നല്ല രീതിയിൽ തെളിഞ്ഞ വെള്ളമായി മാറിയിട്ടുണ്ടോ. കഴുകിയിട്ട് ഇനി നമുക്കൊരു കഴുകിയ മുളക് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വാരി വെക്കാൻ വേണ്ടി പോവാണേ. വെള്ളം നന്നായിട്ട് നമുക്ക് കുറഞ്ഞു കാണാം. നമ്മുടെ ഈ ഒരു പാത്രത്തിൽ കൊള്ളുന്നതിനേക്കാളും പിന്നെയും മുളക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും നമുക്ക് ഈ ടെറസിൻ്റെ വെള്ളത്തിൽ ചേർക്കാനുള്ള നല്ലത് ഇതെന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചാക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ മുളക് ഇട്ടിട്ട് വന്നൊരു ചാക്കാണ്. ഞാൻ ഇതിലേക്ക് അങ്ങ് കൊത്തിയിട്ട് നമുക്ക് എന്തായാലും ഇപ്പം തന്നെ ഞാൻ കയറ്റാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ ഒരു ചാക്കിലേക്ക് തന്നെയാണ് അപ്പോൾ മുളക് കൊട്ടിയിട്ടില്ല. കാരണം നമ്മളിപ്പോൾ തന്നെ വെള്ളയ്ക്ക് കയറ്റുവാണ്. അപ്പോൾ പിന്നെ നമ്മളിതിലേക്ക് ആക്കിയാലും ഇതിലെന്തായാലും മുളക് എല്ലാം പാടെ കൊള്ളുമില്ല. പിന്നെ ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കണം. അതിന് വേറെ നമുക്ക് എന്തായാലും ആ ഒരു ചാക്കിലേക്ക് തന്നെ ആക്കുവാണല്ലോ. അപ്പോൾ കുറച്ച് മുളകിൻ്റെ സീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് നല്ല വെയിലൊക്കെ കിട്ടുന്ന, അതായത് വെയിലല്ല നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളൊന്ന് പഴി കൊടുക്കുക. കുറച്ചൊക്കെ അത് വഴി ഒഴുകി പോയിട്ട് അപ്പോൾ എന്തായാലും മുളയ്ക്കുന്നതനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയാണ് നമുക്ക് അത് പിന്നീട് പറിച്ച് നടാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സേഫ് ആയിട്ടോ. കാരണം നമ്മുടെ ആൺകുട്ടി ഇനി എണീച്ചാൽ നമുക്ക് വലിയ സീനില്ല. കാരണം മുളക് കഴുകേണ്ട പരിപാടി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസമായിട്ട് അപ്പോൾ നമുക്കിനി പതുക്കെ മല്ലി ഒന്ന് കഴുകണം. അപ്പോൾ ഞാൻ മല്ലി ഒന്ന് എടുക്കട്ടെ. മുളകൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ നമ്മുടെ മല്ലി എടുത്തിരിക്കുകയാണ്. മല്ലി എനിക്ക് തോന്നുന്നു 2 കിലോ അടുപ്പിച്ചിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് നമ്മൾ വാങ്ങിയിട്ടാണ്. അപ്പോൾ മല്ലി നമ്മളിതാ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുവാണ്. മല്ലിയൊക്കെ ഇതിലേക്ക് കൊട്ടുമ്പോൾ പൊടി ഇങ്ങനെ പാറുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അതിലുള്ള ഒരു മണ്ണും പൊടിയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ മല്ലി ഞാനിപ്പോൾ ഒരു ബേസണിലല്ല കേട്ടോ, അടിയിൽ ബേസണല്ല വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി കട്ടിയുള്ള വേറൊരു പാത്രമാണ്. മല്ലി കാണുന്നുണ്ട് കഴിച്ച്. ഞാൻ ഈ ഒരു ട്രൈപോഡിൽ വെച്ച് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ക്ലാരിറ്റി ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് എടുക്കുന്നത്. മല്ലിയൊന്നും അങ്ങനെ ഈ ഒരു ഹോളിൽ കൂടെ പോവില്ല കേട്ടോ. കാരണം അങ്ങനെ വലിയ ഹോളൊന്നും അല്ലതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് തന്നെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കൈ വെച്ച് ഒന്ന് ഞെരടുമ്പോഴത്തേക്കും ആ ഒരു കിളിയൊക്കെ ഫുള്ളായിട്ട് പോകും കേട്ടോ. എന്തായാലും മുളകിൽ നിന്ന് വന്ന വെള്ളം പോലെ അല്ല കേട്ടോ, മല്ലിയിൽ നിന്ന് വന്ന വെള്ളം നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം അത്രത്തോളം തെളിയുണ്ട് കേട്ടോ മല്ലിയിൽ. മല്ലിയൊക്കെ നല്ല വെളുത്ത് സുന്ദരി മല്ലികളായിട്ടുണ്ട് കേട്ടോ. ഈ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടേ. ഞാൻ നന്നായിട്ട് നമ്മുടെ മല്ലി കഴുകിയെടുക്കട്ടെ. നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കഴുകിയാലേ ചെളി നല്ല രീതിയിൽ പോവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പോയിട്ട് അങ്ങനെയും അവിടെ കിടക്കും. അപ്പോൾ നന്നായിട്ട് നമ്മൾ സമയമെടുത്ത് കഴുകിയാലും കുഴപ്പമില്ല. ഉണങ്ങാൻ നമുക്ക് എന്തായാലും കഴുകുന്ന അത്രയും ടൈം വേണ്ടി വരാം കേട്ടോ. അത്രയും ഫ്രൂട്ട്സിലായിട്ട് വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. എന്താണ് നമ്മുടെ മല്ലിയൂർ ഒന്ന് കഴുകട്ടെ കേട്ടോ. അതിന് ശേഷം കാണാം. നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകി സെറ്റാക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഞാനതാ മല്ലി അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു കൊട്ടയുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ചാക്കി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും
എടുത്ത് നേരെ ഇനി ടെറസിൻ്റെ മുകളിലേക്ക് കയറണം. ഫുള്ളൊന്നൊരു വെയിലായതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ മണ്ടേ കയറാന്ന് പറഞ്ഞാൽ അത്ര വലിയ സുഖമുള്ളൊരു പരിപാടിയൊന്നും അല്ല കേട്ടോ. പക്ഷെ നമുക്കിപ്പോൾ കയറാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്പം നമുക്ക് കയറിയേ പറ്റും. അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് എന്താണ് നല്ല പൊള്ളുന്നില്ല. ഇപ്പോൾ ഒരു ഉച്ചയായില്ല. അതേപോലെ തന്നെ ഞാനതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിന്ന് പണിക്ക് ചേച്ചിമാർ ചേട്ടന്മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ എടുത്ത് നേരെ പറമ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അവർ പോയിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആവണിക്കൂടി എന്തായാലും കുറേ നേരമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇടയ്ക്ക് വെച്ച് നീക്കുന്നു കേട്ടോ. കാരണം ഞാൻ ഫുഡൊക്കെ എടുക്കുന്ന ആ ഒരു ടൈമിൽ പാത്രങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് നീക്കുന്നതാണ് വിചാരിച്ചത്. പക്ഷേ എന്താ അറിയില്ല, നല്ല ഉറക്കം തന്നെയാണ്. എന്തായാലും നീച്ചിട്ടില്ല. പിന്നെ അവളെന്തായാലും എണീക്കുന്നതിന് മുന്നേ നമുക്ക് ഇതാ ടെറസിൻ്റെ മുകളിൽ കൂടി കയറ്റി സെറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ അവളെയും കൂടി ആ വെയിലത്ത് എടുത്ത് കയറുന്ന പറഞ്ഞാൽ കരിഞ്ഞ് ഉണങ്ങി പോകും കേട്ടോ. അപ്പോൾ അത്രയും വെയിലാണ്. അപ്പം ഞാൻ എന്തായാലും അവൾ നീക്കുന്നതിന് മുന്നേ എന്തായാലും പെട്ടെന്ന് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മല്ലിയും മുളകൊക്കെ എടുത്ത് നേരെ നമുക്ക് ടെറസിൻ്റെ മുകളിൽ കയറിയിട്ട് കാണാം. ഗൈസ് അങ്ങനെ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ട് കേട്ടോ. അടിപൊളി വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. നമ്മൾ ഒരു 10 മിനിറ്റ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് തലവേദന കിട്ടും. അത്രയും കുത്തിലുള്ളൊരു വെയിൽ കാണുമ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപാടി തീർത്തിട്ട് താഴേക്ക് ഇറങ്ങാം കേട്ടോ. അതേപോലെ തന്നെ മല്ലി മുളക് നമുക്ക് ഉണക്കാനിടുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മല്ലിയല്ല, നമ്മുടെ മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ പറിച്ചിട്ട് നമ്മൾ പുഴിഞ്ഞിട്ട് ഉണക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് അത് അടിച്ച് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു മഞ്ഞളുടെ അവസ്ഥ ഞാനിപ്പോൾ എത്രത്തോളം ഉണങ്ങി ഒന്ന് കാണിച്ചായിരുന്നു. നന്നായിട്ട് ഉണങ്ങി അടിപൊളിയായിട്ട് നിൽക്കും. അപ്പോൾ ഒന്നുകൂടി ഉണങ്ങാണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വെയിൽ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മല്ലി മുളക് പൊടിപ്പിക്കാൻ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നമ്മുടെ മഞ്ഞളും കൂടി ഒന്ന് പൊടിപ്പിക്കാം. എന്നാലും ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മുടെ മഞ്ഞളുള്ളതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതായിട്ട് നമ്മുടെ മഞ്ഞളുടെ അവസ്ഥ നന്നായിട്ട് ഉണങ്ങി അടിപൊളിയായിട്ട്. അപ്പോൾ ഇന്നത്തെ വെയിൽ കൂടി കൊണ്ടാൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് പൊടിപ്പിക്കാനായിട്ട്. അപ്പോൾ നോക്കി നമ്മൾ എത്രത്തോളം പറിച്ചതാണ്. ഇപ്പോൾ നോക്കി എത്ര ക്വാണ്ടിറ്റി ഉള്ളു ഉണങ്ങി വന്നപ്പോഴത്തേനും. എന്തായാലും നമുക്ക് നന്നായിട്ട് പ്ലേറ്റ് ഒന്ന് സെറ്റാക്കാണ്ടിന് നല്ല രീതിയിൽ ഇതൊരു പൊടി ഇടുക. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേനും ഒരു പൊടി പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുറ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് പ്ലേറ്റ് വേണമെങ്കിൽ ഒരു പൊടി ഫുള്ളായിട്ട് പോയി നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും പൊടിക്കാൻ കൊണ്ടുവന്നതിന് മുന്നായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പ്ലേറ്റ് സെറ്റാക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഭാഗമായിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. കുറേ ദിവസം നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ. അത് ഇട്ടതിന് ശേഷം നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം ഇട്ടില്ല. നമ്മൾ എത്രത്തോളം പറിച്ചു ആ ഒരു കൊട്ടയും അതേപോലെ തന്നെ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു നമ്മൾ പുഴുങ്ങിയൊരു ടൈമിൽ തന്നെ. എന്നിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഉണക്കി വന്നപ്പോഴത്തേക്ക് ഇത്രയുണ്ട്. പിന്നെ നമുക്ക് എത്ര കിലോ പൊടിച്ചിട്ട് കിട്ടുന്നതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കുറവായാലും നല്ല ശുദ്ധമായിട്ടുള്ളൊരു മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊടിക്കൂടി നല്ല കളറൊക്കെ നല്ല അടിപൊളിയായിരിക്കും. എന്തായാലും ഇവിടെ കിടക്കട്ടുന്ന വൈകുന്നേരം നമുക്ക് വാങ്ങിയെടുക്കാം. അതേപോലെ നമ്മൾ എന്തായാലും വെയിൽ ഒരുപാട് നേരം നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ മല്ലിയും മുളകും കൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിരത്തി സെറ്റാക്കട്ടെ. ഞാനിപ്പോൾ ഈ ഒരു ഷീറ്റിലേക്കാട്ടോ നിരത്തി കൊടുക്കാൻ വേണ്ടി പോണത്. പിന്നെ വെയിലിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ തന്നെ കാറ്റും കൂടി ഉള്ളതുകൊണ്ടേ ഓക്കെ വിരിച്ചപ്പോഴത്തേനും എടുത്തുകൊണ്ട് പോയി കേട്ടോ. നാല് ചേർത്ത് നല്ല രീതിയിൽ കല്ലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. കല്ലോ ഓടിച്ച് പീസുകളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ സേഫായിട്ട് നിൽക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. പറത്തിക്കൊണ്ടോട്ടെ, കാരണം ഞാൻ ഓടിൻ്റെ പീസുകൾ വെച്ചിട്ട് നിൽക്കുന്നില്ല അവിടെ. നല്ല കാറ്റാട്ടോ വീശുന്നത്. എന്തായാലും നമ്മുടെ ഇവിടെ തന്നെ നമ്മുടെ വീട് പണിക്കൊക്കെ എടുത്തതിൻ്റെ ബാലൻസ് കുറച്ച് ഫോളോവിക്സിൻ്റെ കട്ടുകളുണ്ട്. അപ്പം അതൊന്നും എടുക്കാം. നമുക്ക് ഈ ഭാഗത്ത് വെച്ച് കൊടുത്താൽ ഇതൊന്നും മാറ്റാം. വലിയ ഓടാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി സേഫായിട്ട് നമുക്ക് പതുക്കെ നമ്മളെ മുളക് നിരക്കാല്ലേ. ചാക്ക് പറന്ന് താഴെ ഇട്ടത് ശ്രദ്ധിച്ചിലേക്ക്. മുളകൊക്കെ നല്ല കളറായിട്ട് നല്ല അടിപൊളി നല്ല ചുമന്ന മുളകായി മാറിയിട്ടോ. നന്നായിട്ട് ഞങ്ങൾ പരത്തി ഇട്ട് കൊടുക്കാം. കട്ടിക്ക് ഇങ്ങനെ കിടക്കുന്ന ഭാഗത്തു നിന്നൊക്കെ എന്താ എടുത്തിട്ട് നല്ല രീതിയിലൊന്ന്
എന്തായാലും ഈ ഒരു ഷീറ്റിൽ തന്നെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് കൊണ്ട് സെറ്റായിട്ട് നമ്മൾ നിരത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മല്ലി ഒന്ന് ഇതേപോലെ നിരത്താം. മുളക് എന്തായാലും ഈ ഒരു വെയിലായതുകൊണ്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതായത് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാരി എടുക്കണം. കാരണം നന്നായിട്ട് പൊള്ളുന്ന വെയിലാണല്ലോ. പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കോളും. കാറ്റാട്ടോ, നമ്മുടെ വെയിലിൻ്റെ ഒപ്പത്തിന് കാറ്റുമുണ്ട്. നമുക്ക് മല്ലി എന്തായാലും ഒരു ചാക്കിലിടാനുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മല്ലി ഒരു ചാക്കിൽ തന്നെ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. വെയിറ്റുള്ള ഒരെണ്ണം കൂടി എടുക്കരുത് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മല്ലി പറത്തിക്കൊണ്ട് പോകും. നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ നമ്മുടെ ടെറസിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം അങ്ങനെ പൊടിയോ കാര്യങ്ങളൊന്നും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മാത്രം നന്നായിട്ട് അടിച്ച് ക്ലീൻ ആക്കിയതുകൊണ്ട് വലിയ രീതിയിൽ പൊടിയൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തായാലും ചാക്കിൽ ഇടുകയാണെങ്കിൽ കുറച്ച് നമുക്ക് വാരാണെങ്കിൽ എളുപ്പമാണല്ലോ. ഇത് നമ്മുടെ ഈ ഒരു ചാക്കിലിടാനുള്ളത് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ എന്താ നിർത്തി കൊടുക്കുന്നുണ്ട്. താഴെ പോവാതെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഒന്നും ഉണങ്ങിയിട്ടില്ല. കാരണം ആ ഒരു ഹോളിൽ ഈ ഒരു കൊട്ടയിലാണ് ഇരുന്നിട്ടായിരുന്നു. വെള്ളമൊന്നും ഇല്ലാതെ ചെറിയൊരു തണുപ്പുണ്ട്. ആ ഒരു തണുപ്പ് എന്താ ഇപ്പം തന്നെ അങ്ങനെ ഗൈസ് നമ്മുടെ മല്ലി മുളകൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉണക്കാൻ വേണ്ടിയിട്ട് നിരത്തിയിട്ട് സെറ്റാക്കി. നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് വന്നിട്ടൊന്ന് ചിക്കി കൊടുക്കാം കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് ചിക്കി കൊടുത്താൽ മതി. ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. എന്നാലും നമ്മുടെ വന്ന പരിപാടി നല്ല അടിപൊളിയായിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ മല്ലിയും മുളകും അതുപോലെ നമ്മുടെ മഞ്ഞളൊക്കെ പൊടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെയായിട്ട് ഇവിടെ മല്ലി മുളക് മഞ്ഞപ്പൊടി അങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഇവിടെ തന്നെ പൊടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് മായമില്ലാത്ത നല്ല അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ട. കാരണം അതൊക്കെ കഴുകി ഉണക്കുക. അതേപോലെ തന്നെ മഞ്ഞളൊക്കെ നമ്മുടെ പറമ്പിൽ അത്യാവശ്യം നമുക്ക് വേണ്ട അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി പറിക്കലൊക്കെ കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടാൻ ഒരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മായമില്ല സംഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കെമിക്കൽ അത്രയും നമുക്ക് വയറ്റിലേക്ക് പോവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിനൊക്കെ കൊടുക്കണം. അപ്പോൾ നമുക്ക് അത്രയും സേഫ് ആയിട്ട് കഴിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി നല്ല അടിപൊളി സക്സസ് ആയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൂടി ഇത്ര നേരം നീച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് താഴ്ന്ന് അമ്മേന്ന് വിളിക്കുന്ന സൗണ്ട് കേൾക്കണം. അപ്പോൾ ഇത്ര നേരം നീച്ചിട്ടില്ല. എന്നാലും ഇനിയിപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നീക്കുണ്ടാവും. കാരണം അപ്പോൾ ഇത്രയും ടൈം കിടന്നല്ല. അപ്പോൾ എന്നാലും ഞാൻ പതുക്കെ അവിടെ നീക്കുമ്പോഴേ താഴെ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോൾ ഇത് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ മുളക് മെതിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ചണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ച് മുളകുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി പേറ്റി എടുക്കണം. നമുക്ക് എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ട് ഇനി നമ്മൾ ഈ വെയിലത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് എടുത്ത് നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീട് ഇത്രയൊക്കെ ഉണ്ട്. നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഒരു ഓർഡർ ഓപ്ഷൻ. അപ്പോൾ അതൊന്ന് എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഓൺ സെക്കൻഡ് തന്നെ നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നേരം നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണുന്നത് ബായ്. നല്ല തണുത്തൊരു കൂളിംഗായിട്ട് അത് നമ്മൾ ഇത്രയും ഒരു നല്ല ചുട്ടുകൂടുന്നൊരു വെയിൽ നല്ലൊരു തണുത്തൊരു കാറ്റടിക്കുന്നൊരു അടിപൊളിയല്ലേ. അപ്പോൾ ഈ ഒരു ടൈം ആയതുകൊണ്ടാട്ടോ. അല്ല നമ്മൾ വൈകുന്നേരത്തേക്ക് കയറുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. അതേപോലെ തന്നെ മൊത്തത്തിലൊരു അടിപൊളി വൈബ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണുന്നത് ബായ്.